നമസ്കാരം. ഡോക്ടർ ശ്രീദീപൻ, ദ ന്യൂറോളജിസ്റ്റ്. നിങ്ങൾക്കറിയാമോ, ഈ സ്ട്രോക്ക് ബാധിച്ചിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകളും കറക്റ്റ് സമയത്ത് ആശുപത്രിയിൽ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കേണ്ട എമർജൻസി ട്രീറ്റ്മെൻറ്റുകളൊന്നും തന്നെ കിട്ടുന്നുമില്ല. ഇതിന് മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ ഈ സ്ട്രോക്ക് എന്ന രോഗത്തെക്കുറിച്ച് തന്നെ അറിവില്ലായ്മ. അപ്പോൾ എന്താണ് സ്ട്രോക്കിൻ്റെ രോഗലക്ഷണം? അതാണ് പ്രധാനപ്പെട്ടത്. ബി ഫാസ്റ്റ്, അതായത് പെട്ടെന്നുണ്ടായ ബാലൻസിൻ്റെ പ്രശ്നം, കാഴ്ചയുടെ പ്രശ്നം, മുഖത്തിൻ്റെ കോടൽ, പിന്നെയുള്ളത് കൈകാൽ തളർച്ച, സംസാരത്തിലെ വേരിയേഷൻ. ഇവ ഉണ്ടെങ്കിൽ സമയബന്ധിതമായി ചികിത്സ ഉറപ്പാക്കണം. ഓക്കെ. ഇനി ഈ രോഗലക്ഷണങ്ങൾ ചിലപ്പോൾ വളരെ മൈൽഡായിട്ടായിരിക്കും, ചെറുതായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ ആളുകൾ വിചാരിക്കും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശരിയാകും, ചിലപ്പോൾ ഇതൊരു ക്ഷീണമായിരിക്കാം, അല്ലെങ്കിൽ നാളെ പോവാം, ഇങ്ങനെയുള്ള രീതിയിലേക്ക് അവർ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ രീതിയിലാണ് വരുന്നതെങ്കിൽ, ഏത് ചെറിയ രീതിയിലാണ് വരുന്നതെങ്കിലും അത് ചികിത്സിക്കേണ്ടത് വളരെയധികം എമർജൻസിയോടുകൂടിയാണ് എന്നുള്ള ആ ഒരു അറിവില്ലായ്മയും കറക്റ്റ് സമയത്ത് ആശുപത്രിയിലേക്ക് എത്തുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയാണ് സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരികമായ ചില കാര്യങ്ങൾ. സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അങ്ങനെയുള്ള കേസുകളിൽ പല സ്റ്റഡീസ് പ്രകാരം അവർക്ക് താമസിച്ചാണ് ചികിത്സ ലഭിക്കുന്നത്. പിന്നെ പ്രായമുള്ള ആളുകൾ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ചില പ്രായമുള്ള വൃദ്ധർ, അങ്ങനെയുള്ള ആളുകളിൽ ചിലപ്പോൾ താമസിച്ചേ ചികിത്സ ലഭിക്കാറുള്ളൂ. പിന്നെയുള്ളതാണ് നമ്മുടെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ. അതായത് ഇപ്പോൾ വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ചിട്ട് വിദ്യാഭ്യാസം കൂടുതലുള്ള ആളുകൾ പെട്ടെന്ന് രോഗത്തെ തിരിച്ചറിയുകയും ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്യുന്നതായി കാണപ്പെടുന്നുണ്ട്. പിന്നെയുള്ളതാണ് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പൈസ ഇല്ല എങ്കിൽ, ഇൻഷുറൻസ് ഇല്ല എങ്കിൽ ആളുകൾ വിചാരിക്കും എന്തായാലും ഇപ്പോൾ അങ്ങോട്ടുള്ള യാത്ര തന്നെ ഒരു ചിലവാണ്, ആശുപത്രിയിൽ ഭീമമായ ചിലവുണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ വരില്ല. പിന്നെയുള്ളൊരു പ്രശ്നമാണ് ദൈവകോപം, അല്ലെങ്കിൽ വേറെ ഒരു ശാപം. ഇങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് ചില ആളുകൾ ചിന്തിക്കുന്നത് ഈ രോഗലക്ഷണം വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവർ ചിലപ്പോൾ നാട്ടുവൈദ്യൻ്റെ അടുത്തോ മറ്റുള്ള ചില സ്ഥലങ്ങളിൽ പോവുകയും ചെയ്യും. അപ്പോൾ അതും തടസ്സം ആണ് ആശുപത്രിയിലേക്ക് എത്തുന്നതിന്. ഇനിയാണ് നമ്മുടെ ഹെൽത്ത് കെയറിലുള്ള ചില പ്രതിസന്ധികൾ. അതായത് ഇപ്പം പെട്ടെന്ന് തന്നെ എമർജൻസി നമ്പറേക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. 2, ആംബുലൻസിൻ്റെ നെറ്റ്വർക്കിങ്ങിൻ്റെ തടസ്സം കാരണം കൊണ്ട് കറക്റ്റ് സമയത്ത് ആംബുലൻസിന് എത്താൻ പറ്റാത്ത അവസ്ഥ. പിന്നെയുള്ളത് ആശുപത്രിയിലെ തിരക്ക്, ഭയങ്കരമായ തിരക്ക്. അതുകൊണ്ട് തന്നെ അവർ ആ കാഷ്വാലിറ്റി സ്റ്റക്കായി പോകുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ കാരണമാണ് കറക്റ്റ് സമയത്ത് ചികിത്സ ലഭിക്കുന്നത്.